ഒരു സ്റ്റെബിലൈസർ. ഇത് 65 ഇഞ്ച് ടി വിക്ക് കൊടുക്കാൻ പറ്റുന്ന വി ഗാർഡിൻ്റെ ഒരു സ്റ്റെബിലൈസറാണ്. ഈ സ്റ്റെബിലൈസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും മാറി മാറി ഇത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്റ്റെബിലൈസർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു വോൾട്ടേജ് മോണിറ്ററിങ് സിസ്റ്റം കൂടെ ആയി. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ലൈനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈനിലെ വോൾട്ടേജ് പെട്ടെന്ന് അറിയാൻ പറ്റും. ഉദാഹരണം എൻ്റെ ടി വിയിലേക്ക് ഞാൻ ഈ സ്റ്റെബിലൈസറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഭയങ്കര ഹൈ 160 വോൾട്ട് കാണിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് കട്ടുമായി. അന്നേരം ഞാൻ ഇവിടെ വിളിച്ചു, ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ലൈനിൽ വോൾട്ടേജ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ടി വിയുടെ സൈഡിൽ തന്നെ ഇതിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെ വിളിച്ചു പോയപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ എന്നോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് വോൾട്ടേജ് കൂടുതലുണ്ടെന്ന് അറിഞ്ഞത്? ഞാൻ പറഞ്ഞു, വോൾട്ടേജ് കൂടുതലും വോൾട്ട്മീറ്റർ ഉണ്ട്, അതേ കണ്ടതാണ്. അത് തെറ്റായിരിക്കും എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട സാറേ, ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള വി ഗാർഡിൻ്റെ സ്റ്റെബിലൈസറെ കാണിക്കുന്ന വോൾട്ടേജാണ്, വോൾട്ടേജ് ഹെവിയാണ്. ഇപ്പോഴും ഞങ്ങളുടെ അവിടുത്തെ വോൾട്ടേജ് പ്രശ്നം തീർന്നില്ല. ഇത് വോൾട്ടേജ് കൂടിയിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സോളാർ പാനൽ വീട്ടിൽ വെച്ചിട്ടില്ലേ. അപ്പോൾ സോളാർ പാനലിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 220 to 240 ആയിരിക്കും അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 240ക്ക് മേളിൽ വോൾട്ടേജ് വരുമ്പോൾ സോളാർ കട്ടായിപ്പോവും, പിന്നെ കയറിയല്ല. അപ്പോൾ 260 സ്ഥിരം വരുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് ഇവർ വന്ന് നോക്കിയിട്ട് അപ്പോഴൊക്കെ ചിലപ്പോൾ വരും പീക്ക് ടൈമിൽ. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല പീക്ക് ടൈമിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് കയറുകയില്ല. അങ്ങനെ കഴിഞ്ഞ മാസം എനിക്ക് ഭയങ്കര ബില്ല് വന്നു. കാരണം ഇത് പിന്നെയാണത് മനസ്സിലായത് ഇതാണ് അതിൻ്റെ പ്രശ്നമെന്ന്. കാരണം ഇവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താണോ എനിക്കറിയത്തില്ല. നമ്മുടെ സാധനം പോയാൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം പോയാൽ ഇത് KCBക്ക് എതിരായിട്ട് കേസ് കൊടുത്ത് കോടതിയിൽ പോയി നഷ്ടപരിഹാരം മേടിക്കുന്ന ഒരു വ്യവസ്ഥിതി ഒരാളെങ്കിലും ചെയ്തെങ്കിൽ ഇതിന് മാറ്റം വരും. ഫ്രിഡ്ജിന് ഉറപ്പായിട്ടും വെക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ എപ്പോൾ പോയെന്ന് ചോദിച്ചോ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല, ഐഡിയ കിട്ടി. ഇതിന് 229 വോൾട്ട് ഇവിടെ ലൈനിലുണ്ട്, കുഴപ്പമില്ല. 230 വോൾട്ട് കറക്റ്റ് വോൾട്ടേജാണ്. ഔട്ട്പുട്ട് വോൾട്ടും അത് തന്നെ സെയിം വോൾട്ടേജ് തന്നെയാണ് സ്റ്റെബിലൈസർ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നെടുങ്കണ്ടോ? രാജാക്കാടാ. ഓക്കെ, ഒരു കൂത്താട്ടുള്ള. അപ്പോൾ കൂത്താട്ടുള്ളത് നിങ്ങൾ അവിടെ ചെന്നിട്ട് വന്നാ ടി വി സർവീസ് ചെയ്യാനായിട്ട് വന്നാ അല്ലേ? ഓക്കെ. ഇതൊക്കെ മോള്, ഇത് കസിന്. ഓക്കെ, നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും. സാറിൻ്റെ പേരെങ്ങനെയാ? ബിജു. നമ്മുടെ സുദീപ് എപ്പോഴും വീഡിയോ കണ്ട് കിടക്കുന്ന പറഞ്ഞു അല്ലേ? ഇഷ്ടമുള്ള ആളാ. അത് ഓരോ ഇൻട്രസ്റ്റ്, ഓരോരുത്തർക്ക് ഓരോ ഹോബി അല്ലേ. അല്ല, അന്ന് ഒരുപാട് സ്വർണം മേടിച്ചു കൊടുത്തേ, അന്നേരം നല്ല മീശമാവും അതിനെല്ലാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അന്ന് അത് മേടിച്ച പൈസയ്ക്ക് സ്വർണം മേടിച്ചു വെച്ചിരുന്ന എന്ത് കാശായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആകെ ഇപ്പൊ വില കൂടി നിൽക്കുന്ന സാധനം സ്വർണം മാത്രമേ ഉള്ളൂ. സ്ഥലത്തിന്റെ വില വരെ പോയി, സ്ഥലം പോലും ആർക്കും വേണ്ടെന്നായി. സ്ഥലം എന്തുമാത്രം നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ അത്രയും പ്രശ്നമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടല്ലേ? ഇവിടെ ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കിയില്ലെന്ന് തോന്നുന്നു. കോട്ടയം ജില്ലയിൽ എവിടെ നോക്കിയാലും സ്ഥലം വിൽക്കാൻ കിടക്കും. വീടും മൊത്തം സ്ഥലവും വിൽക്കാം. വിലയെങ്ങാനും ചെന്ന് പറഞ്ഞാൽ സാധനം കയ്യില്ല. ആ കണ്ടീഷനിൽ ആർക്കും വേണ്ട. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരെല്ലാം വിദേശത്ത് പോയി അങ്ങനെ ആയതാണെന്ന് തോന്നുന്നു. കുറേ എണ്ണം ലോണും പ്രശ്നം. എവിടെ നോക്കിയാലും സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാം ബോർഡ് കാണാം. അവരുടെ പ്രോപ്പർട്ടി ആണ് അവന്മാർ അറ്റാച്ച് ചെയ്തിരിക്കും. ഇവിടെ കുറേ നല്ല വീടുകൾ ഈ ഭാഗത്ത്, 2 നില വീടും നല്ല വീടുകളും ഒത്തിരി സ്ഥലമുള്ള വീടുകളെല്ലാം അറ്റാച്ച് ചെയ്ത് കിടക്കുക. പക്ഷേ അത് ഞാൻ ചുമ്മാ വിളിച്ചു നോക്കി എന്നാണ്. അപ്പോൾ 1 കോടി 1.5 കോടിയൊക്കെയാണ് ബാങ്ക് ചോദിക്കുന്നത്. കാരണം ഇതിന്റെ പലിശയുടെ പലിശയും കയറി നിൽക്കുക. ബാങ്കിന് അത്രയും കിട്ടിയാലേ ബാങ്ക് തരുള്ളൂ. വിലയില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? ബാങ്ക് ഭയങ്കര വിലയാണ് ചോദിക്കുക. എന്നാൽ തൊട്ടപ്പുറം പലിശക്ക് പിന്നെ പലിശ വരും, കൂട്ടുപലിശ ഏതാണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ വലിയ തുക പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ഇട്ടിട്ട് പോയത് എന്നാന്ന്. കാരണം അത്രയും പേയ്മെന്റ് അടയ്ക്കുന്നതിലും സ്ഥല വസ്തു അവർക്ക് കൊടുത്തേക്കുക. അതൊക്കെയാണ് അവർക്ക് വിൽക്കാൻ നടക്കണേ. അല്ലെങ്കിൽ ഇറക്കി വിടും അവന്മാർ കൊണ്ട് 100 നോട്ടീസ് ഒട്ടിച്ച് മണ്ടേ കൊണ്ട് ബോർഡും വെച്ച് അവമാനിച്ചിറക്കി വിടും.
വേണം ചെണ്ടയും കൂടെ കൊട്ടും. പണ്ട് ചെണ്ട കൊട്ടുമായിരുന്നു. കിട്ടുകയില്ല. അത് വിൽക്കാൻ ശ്രമിച്ചാൽ കിട്ടുകയില്ല. ഇങ്ങനെ ബാങ്ക് പ്രശ്നമാണെന്ന് അറിയുമ്പോൾ വരുന്ന ആൾക്കാർ വില തരത്തുമില്ല. അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ പരിചയപ്പെട്ടതിൽ ഒക്കെ ടി വി റെഡിയാക്കി കഴിയുമ്പോൾ വിളിച്ചേക്കാം, സമയം കളയണ്ട വിട്ടോ. ഇത് ബില്ലടിച്ചു കൊടുത്തു ഏജൻസി പറഞ്ഞിരിക്കും. ഉപയോഗിക്കാതിരിക്കുന്ന സാധനങ്ങളാണ് മുഴുവൻ പോകുന്നത്. ഇവിടെ ഈ ഇതിന് എന്നാ പറ്റിയതായിരുന്നു? പാനൽ പൊട്ടിയതാണ്. തട്ടി നോക്കി പൊട്ടിയാ കാണാം. തട്ടി നോക്കി എന്നാ കാണിച്ച് പൊട്ടി? ഓണാക്കിയിട്ട് തട്ടി നോക്കി, അപ്പോൾ കറക്റ്റ് പൊട്ടിയിരിക്കുന്നതാണ്. അല്ല വേണ്ട, കുഴപ്പമില്ല. താഴെ പോയതാണോ? താഴെ ഒന്നും പോകണമെന്നില്ല, നല്ലപോലെ ഞെക്കിയാൽ മതി. മറിഞ്ഞതാ, മറിഞ്ഞു വീണാൽ അന്നേരം മേശപ്പുറത്ത് വെച്ചേക്കായിരുന്നു അല്ലേ? ചെരിച്ചതാ. പക്ഷെ ആൾക്കാരൊന്നും ഇത്ര തീരെ കട്ടിയില്ലെന്ന് ആർക്കും അറിയത്തില്ല. അത്രേ ഉള്ളൂ. ഇനി മുട്ടത്തോട്ടിന്റെ കനവുള്ളൂ. മുട്ടത്തോട്ടിന്റെ കനവുള്ളൂ. ഞങ്ങൾ മാറും ദൈവമേ എന്ന് വിളിച്ചാൽ എടുത്തോടുത്ത് 55 ഒക്കെ ചിലപ്പം തൊട്ടാ സാധനം. ഇപ്പൊ ഫ്രെയിമും കൂടെ ഇല്ലെന്നാക്കി. കിട്ടിയൊരു സംഭവമായില്ലേ എന്ന് ചോദിച്ചാല് എൽസെറ്റ് ബോർഡ് ശമ്പളമൊക്കെ കൃത്യം കിട്ടുമോ? ഇല്ല. KSRTCയുടെ വിഷയമൊന്നും അവിടെ ഇല്ല അല്ലേ? തെർമോക്കോളോ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. വേണോ? ഈ ശരിക്കും സോളാർ വന്നുകൊണ്ട് ഗുണമാണോ ദൂഷ്യമാണോ? വണ്ടിക്കകത്ത് വെച്ചോണ്ട് പോയിട്ട് അതാണെങ്കിൽ മറിഞ്ഞിടാതെ സേഫ് ആയിട്ട് ഇരുന്നോളുമായിരുന്നു. അതുകൊണ്ട് അത് വെച്ചോണ്ട് വന്നു. കേരളം ഇന്ത്യ മുഴുവൻ ഉള്ളതല്ലേ, അത് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടി ഇല്ലേ? ഏതായാലും ഭാവിയിൽ ഈ സോണിയുടെ എക്കാലത്തെ ഒരു നല്ല ഹോം തിയേറ്റർ ആയിരുന്നു IV300. ഇപ്പോൾ വർഷങ്ങൾ ഒത്തിരി ആയി, പ്രായമൊക്കെ ആയി. പല ബോർഡുകളും അവൈലബിൾ അല്ല, സ്പെയർ ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ പലതും നന്നാക്കിയാലും ബാക്കി ഇപ്പോൾ ഒരു ബോർഡ് പോയി, ഒരു ബോർഡ് നമ്മൾ മാറിയിട്ടാലും ബാക്കി ബോർഡുകളൊക്കെ പഴക്കമുള്ളതുകൊണ്ടും അതുപോലെ സ്പീക്കറൊക്കെ പഴക്കമുള്ളതുകൊണ്ടും പണ്ടത്തെ ടെക്നോളജി അനുസരിച്ച് ചെറിയൊരു അനക്കം വന്നു കഴിഞ്ഞാൽ സോണിയുടെ പണ്ടത്തെ D ക്ലാസ്സിന് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്നേരം ഇത് കംപ്ലൈൻ്റ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഇപ്പോൾ പൊതുവേ പണ്ടത്തെ പോലെ D2H കുത്തി D2H ഇരുന്ന് ടി വിയിലിരുന്ന് കാണുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും പാട്ട് കേൾക്കണം, നല്ല ബാസിൽ പാട്ട് കേൾക്കണം എന്നുള്ളതല്ലാതെ ആൾക്കാർക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ 3 മണിക്കൂർ ഇരുന്ന് TV കാണാനോ സിനിമ കാണാനൊന്നും ആർക്കും നേരമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ നന്നാക്കിയിട്ടും മടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ TV21 ആംപ്ലിഫയർ നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഈ സ്പീക്കറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് TV21 വേണ്ടി ഞാൻ മാറ്റിയെടുക്കുന്ന ഒരു IV300 സ്പീക്കറുകളാണിത്. ഓരോ സ്പീക്കറും നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ സ്പീക്കർ ഞാൻ ചെക്ക് ചെയ്തു, ഇത് ഓക്കെയാണ്. ഇതിപ്പോൾ ഫ്രണ്ട് റൈറ്റ് അത് ഓക്കെയാണ് ആ സ്പീക്കർ. ഇനി നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് നോക്കാം. എല്ലാ സ്പീക്കറും നമ്മളിങ്ങനെ ബാറ്ററി കൊടുത്ത് സ്പീക്കറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതൊരു 100% ഒരു ചെക്കിംഗ് ഒന്നും ആണെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും നമുക്കൊരു അറിയാൻ പറ്റും. ഇതൊരു ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിനൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഇതിനൊരു ചെറിയ വേണ്ടോ നിമ്പ കേട്ടതിൻ്റെ അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് പാട്ട് വരുമ്പോൾ നോക്കാൻ പറ്റും. കുഴപ്പമില്ല. എന്തെങ്കിലും സ്റ്റക്കിങ് ഉണ്ടായാലും പിന്നെ നമ്മുടെ ഈ TV21 പുതിയ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടായാൽ അന്നേരം അത് നിന്നോളും, കട്ടായിക്കോളും. അപ്പം അങ്ങനെ കട്ട് വരുമ്പം നമുക്കറിയാൻ പറ്റും, കട്ടായി ഓടാം. അപ്പോൾ നമുക്ക് സ്പീക്കറിന് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് തന്നെ പണ്ടാരോ അതിൻ്റെ മദർ ബോർഡ് ആംപ്ലിഫയർ ബോർഡ് അന്നേരം അടിച്ചു പോകുക, അതിൻ്റെ കുഴപ്പം. ആ സ്പീക്കറും നല്ലതാണ്. ഈ സ്പീക്കറിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ്, കണ്ടല്ലോ, നല്ല രസമായിട്ട് സോണി എന്നൊക്കെ എഴുതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണേലും ഇത് വെക്കാം. ഇവിടെ ഒരു വെട്ടുണ്ട്, ഇതുണ്ട്, ഈ വെട്ടിൽ ഇങ്ങനെ വെക്കാം. എപ്പോഴും നമുക്ക് താഴേക്കായിരിക്കും നമ്മുടെ ഓഡിയോ വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ മേളിലേക്ക് വെക്കണമെങ്കിൽ ഇങ്ങനെ വേണേലും, ഈ മേളിലേക്ക് വേണേൽ വെക്കാം, ഇങ്ങനെ ചെരിച്ച് വേണേൽ വെക്കാം. എങ്ങനെ വേണേലും നമുക്ക് സ്ക്വയർ ആംഗിളിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പീക്കർ ഡിസൈനാണിത്. ഇതിൽ മാത്രമേ ഞാനിങ്ങനെ ചെയ്ത് കണ്ടുള്ളൂ. പക്ഷേ ഈ ഡിസൈൻ പിന്നെ വേറെ ഒരു സ്പീക്കറായാലും സോണി ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു. ഈ ഡിസൈനിൽ ചെയ്തിരുന്നാൽ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ
നമുക്കിത് വെക്കാൻ പറ്റും, ഈ സ്പീക്കർ വെക്കാൻ പറ്റും. പിന്നെ നല്ലൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തിക്കളയുക, പുതിയതിൽ വേറെ രീതിയിൽ പോവുക, പുതുമ തേടി പോവുകയാണ് എല്ലാവരുടെയും പരിപാടി. പക്ഷെ അങ്ങനെയല്ലാതെ നിൽക്കുന്ന കമ്പനികൾ ഇന്നും പഴയ പോലെ തന്നെ ഉള്ള സാധനങ്ങൾ ഇറക്കി നല്ല രീതിയിൽ നിൽക്കുന്ന കമ്പനികൾ ഒത്തിരി ഉണ്ട്. സോണിയുടെ സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോകും. കാരണം അവരാണ് സ്റ്റോറി മേക്കേഴ്സ്. അപ്പോൾ അവരനുസരിച്ച് അവർക്ക് അങ്ങനെ പോയേ പറ്റൂ. അപ്പം ഞാനിത് ഇങ്ങനെ സ്പീക്കർ എടുക്കുവാണ്. നമ്മുടെ ഡബിൾ സ്റ്റിക്കർ പറഞ്ഞു പോസ് ചെയ്തതിന് ശരി. ഇത് ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റുമാണ് ഞാൻ ഒന്നിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്, ഒരു ചാനലാക്കി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിൽ എഴുതിയിരിക്കുന്നത് 3 ohms ഇമ്പിഡൻസ് ആണ്, 3 ohms. അപ്പോൾ 3 ohmസിൽ ഞാനിപ്പോൾ കണക്ഷൻ ഇങ്ങനെ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് എടുത്ത് പോസിറ്റീവിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ നെഗറ്റീവ് കണക്ഷൻ എടുത്ത് ഇവിടുത്തെ പോസിറ്റീവ് കണക്ഷനിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വയർ മിച്ചമുണ്ട്, അതങ്ങനെ നിന്നോട്ടെ. വേണമെങ്കിൽ കട്ട് ചെയ്ത് ലെവലിൽ ഇങ്ങനെ ചേർത്ത് വേണം ചെയ്യാം, അതായിരിക്കും ഇച്ചിരി വൃത്തിയും തോന്നും. ഈ 3 ohms ഇമ്പിഡൻസിനെ നമ്മൾ 6 ohms ഇമ്പിഡൻസ് ആക്കി മാറ്റുകയാണ്. ഇമ്പിഡൻസ് മീൻസ് ഓംസ്. നിങ്ങൾ ഇവിടെ നിന്നിട്ടേക്കാം, ഇത് നെഗറ്റീവ് എന്ന് ഈ പോസിറ്റീവ് വരോട്ട്. അപ്പോൾ ഒരു ഇത്ര മതി. ഇത് നമ്മളൊരു 0.75 ഗേജുള്ള വയറാണ്. ഇതായിരുന്ന വയറെല്ലാപ്പടി ഉറഞ്ഞു പോയി പഴക്കം കൊണ്ട്, അതുകൊണ്ട് വയറ് പുതിയതിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് പോസിറ്റീവിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വന്നു ഇത്. ഇനി അടുത്തത് വയറ് 2 മതിയോ? എത്ര ഇത് കാണിച്ചു കൊടുത്ത പുള്ളി? ഇത് മതിയോ? ഇത് 2 ഇച്ചിരി ഇട്ടോന്നേ, 3 ഇട്ടായിരുന്നേ. നാളെ നമുക്ക് അങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കണമല്ലേ. 3 മീറ്റർ പുതിയ വയറും കൂടെ എടുത്തു. പുതിയ വയറ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അപ്പം നിലവിൽ നമ്മളൊരു നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്ത് ഇവിടെ നെഗറ്റീവും പോസിറ്റീവും നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ ഇടുന്ന വയറ് ഇവിടെ പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നു. ആൾക്കാർക്ക് ബുദ്ധിയായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. മധ്യത്തിൽ നിന്നിട്ടാണെന്ന് തോന്നുന്നു, ഒരെണ്ണോടെ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വയറ് പറഞ്ഞ സ്റ്റിക്കർ ചെയ്തെന്നുള്ളേ ഉള്ളൂ. വേറെ വലിയ ടെക്നോളജി ഒന്നും അതിനകത്തില്ല. ഒന്ന് വൃത്തിയാക്കിയെന്ന് മാത്രം. അതിങ്ങനെ പൊങ്ങിയൊന്നും വരണ്ട എന്നോർത്ത് ഞാനൊരു ഇച്ചിരി ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വൃത്തിയായി ചേർന്നിരുന്നോളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് വെക്കാം, വേണേൽ ഇങ്ങനെ വേണേൽ വെക്കാം, ഇനി ഇങ്ങനെ വേണേൽ താഴോട്ട് വെക്കാം, ഇനി മേലോട്ട് വേണേൽ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാലും മതി, എങ്ങനെ വെച്ചാലും ഓക്കെ. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ എൻഡ് നോക്കാം. കട്ട് ചെയ്യണം, കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഇട്ടിരിക്കുന്ന വയറ് കണ്ടല്ലോ, നല്ല ഗേജുള്ള നല്ല വൃത്തിയുള്ള വയറാണ്. ഇതുപോലെ കമ്പനിക്കാരൻ പോലും ഇത്രയും നല്ല വയർ ഇട്ടിട്ടില്ല. കമ്പനിയൊക്കെ ഇതിൻ്റെ പകുതി പോലും മണ്ണമില്ലാത്തൊരു കുഞ്ഞു വയറായിരുന്നു. അത് ഞാൻ പറഞ്ഞ അവരുടെ പ്രൊഡക്ഷനിൽ വരുമ്പോൾ അവർക്ക് ഒത്തിരി ഗേജൊക്കെ കൂടി ഇടുമ്പോൾ നഷ്ടമായതുകൊണ്ടായിരിക്കാം. ഒന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാലഹരണപ്പെട്ട് പോകും. സ്പീക്കർ മാറണം, ഒത്തിരി വയറിട്ട് ഗേജ് കൂടി ഇതൊന്നും ചെയ്തിട്ടൊന്നൊക്കെ. ഒന്നുമല്ല, നല്ല കമ്പനികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നുമല്ല. ഏത് കമ്പനി ഇട്ടേക്കുന്നത്? യമഹ. അത് മതി. യമഹ, JBL, ഹാർമൻ ഗാർഡ്, അതിൻ്റെയൊക്കെ വയറ് കാണും.
എന്ന് പറഞ്ഞ് സ്വന്തം സോണിയെ താത്തി പറയുവാണോ? സോണിയെ താത്തി പറഞ്ഞല്ല, സോണി ഒരു ജനകീയനായ സാധനമാണ്. യമഹ മേടിക്കുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കണം. യമഹയുടെ ഒരു സ്പീക്കർ മേടിക്കണേൽ, ബോസിൻ്റെ ഒരു സ്പീക്കർ മേടിക്കണേൽ 1.5 ലക്ഷം രൂപ ആവും. നീ എന്നോട് മേടിച്ചോളാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നോട് ബോസ് മേടിച്ച് ഉപയോഗിച്ചോളാം നീ പറഞ്ഞല്ലേ. ഞാൻ ഇറങ്ങി ഓടിയതല്ലേ എൻ്റെ പേരായിട്ട്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, ബോസ് ഒരെണ്ണം മേടിക്കണമെന്ന് എനിക്കുണ്ടെന്നേ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്പീക്കറല്ലേ. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പം അത് മേടിക്കാൻ വേണ്ടി അതിൻ്റെ വിലയും സാധനമെല്ലാം എടുത്തപ്പം ലക്ഷങ്ങളാണ് വില, ലക്ഷങ്ങൾ. എന്നാലും മേടിക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു കേട്ടോ. ഞാൻ ആലോചിച്ചപ്പം അത്രയും രൂപ മുടക്കി പാട്ട് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ സോണിയുടെ എത്ര ഹോം തിയേറ്റർ ഇരിക്കുന്നു, അതേലൊരെണ്ണം കേട്ടാൽ മതി എന്ന് ചിന്തിച്ച് ഞാൻ പോകുന്നു. അങ്ങനെ കാശ് മുടക്കി മേടിക്കുന്നവരുണ്ടോണ്ടാണല്ലോ ഈ കമ്പനികൾ നിൽക്കുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുകൊണ്ട് നമുക്ക് ചിലവാക്കാനൊരു ചെറിയ മാനസിക ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പോകുന്നെന്നുള്ളൂ. ജോമി വിളിക്കുന്നുണ്ട്. ഹലോ, ആ എന്തുണ്ട് വിശേഷം? ജോലിക്ക് കയറിയെന്ന് കേട്ടല്ലോ. എവിടെയാ ജോലിക്ക് പോയെന്ന് പറഞ്ഞ കേട്ടല്ലോ. വേർപ്പിൻ്റെ അസുഖമൊക്കെ മാറിയോ? പണിക്ക് പോയെന്ന് പറയുന്ന കേട്ടു. കറുപ്പ് പൗഡറിട്ട് ചായ കുടിക്കുമായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ തന്നെയാണോ കയറിയേ? അതെയോ? ആ പോകുന്നേരമായപ്പോൾ പുള്ളി ചോദിച്ചു, ഇളന്നോട്ട പേപ്പർ മാറ്റില്ല ചേട്ടനല്ലേന്ന് ചോദിച്ചു. ആ അല്ല, ഞങ്ങൾ പണ്ട് നിങ്ങൾ മാത്രമല്ല ഉള്ളായിരുന്നു പണ്ട് പേപ്പർ മാർട്ട്. ഞങ്ങൾ ബുക്കെല്ലാം മേടിക്കാൻ അവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വന്നപ്പോൾ തൊട്ടേ സംശയം ഉണ്ടായിരുന്നു. അതെന്ന് ഞാനും പറഞ്ഞു. ആ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നി. പുള്ളിക്ക് അങ്ങനെ തോന്നി. പുള്ളിയുടെ വിശ്വാസം, പുള്ളി രക്ഷപ്പെടട്ടെ, നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. അതെയോ? നല്ലൊരു കട്ടറുണ്ട്, കട്ടർ. ആ അറ്റാക്കൊക്കെ വന്നാൽ അങ്ങ് പോയേക്കുവാന്നല്ലേ. എന്നാ പോക്ക് പുള്ളി ഒന്നും അത് ഇരുന്നിട്ടൊന്നും. അറ്റാക്ക് കഴിഞ്ഞ് പിന്നെ ബൈപ്പാസും ചെയ്ത് അതിൻ്റെ ഗുളികയും കഴിച്ച് ഇല്ലാത്തവരാ. കേട്ടല്ലേതാന്നല്ലേ? അതെവിടെയാ? ആ ആ ആ ആ അതെന്നതാ? മന്തി നല്ലതാണോ? ഇതിന് വയറില്ലേ? ഇതിനാവശ്യത്തിനുള്ള പോലെ ഉണ്ട്. ഹലോ, ഹലോ, പറഞ്ഞോ കേൾക്കാം, പറഞ്ഞോളൂ. ആ കുറേ അയച്ചാലോ അതിനെന്നാ? ഇതെല്ലാം അങ്ങോട്ട് വെച്ചു മോളെ. സോണി ഇത് നിലത്തെടുത്ത് വെച്ചു. അതാ മേശയിലോട്ടും വെച്ചു. ആ വില 3500 രൂപ. 3500 രൂപ. ആ വയറും ചേർന്നേ. 3000 വെക്കാനാണ് 2000 രൂപ മതി. ആ 2000 മതി വണ്ടിയെ വെക്കാനാണ്. അന്ന് പ്ലെയിൻ ക്രാഷ് ആവുമെന്ന് പറയുന്നത് മറ്റേ ആ സിനിമയ്ക്കകത്ത് പറയുന്നത്. എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി സംസാരിക്കുമ്പോൾ അത് കിട്ടും വർത്താനം ചിലർ ചിരി വരും. ഞങ്ങൾ വണ്ടിയെ പോവാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യും. ഏതാ? ആ വണ്ടിയുടെ ബ്ലൂടൂത്തോട്ട് ഇടും. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു പ്രയാസം ഇല്ലല്ലോ.
പിന്നെ ഇച്ചിരി ഗ്ലൂഗൺ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലേ. ഇല്ല ഞാനത് എടുത്ത് അല്ല ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അത് കുത്തി വെച്ചേ. ഇന്നലെ വെച്ചിട്ടുണ്ട് നമ്മളല്ലേ. അത് ഓർക്കാവുമ്പം ഇത് കണക്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചേരേ എൻസി, അടുപ്പിച്ച് കാണിച്ചേരെ. ഇത് നമ്മൾ ഒരു സ്പീക്കർ, ലെഫ്റ്റ് സ്പീക്കർ, ഇത് റൈറ്റ് സ്പീക്കർ. ഇത് സബ്വൂഫർ. മറ്റേ ഈ പാമ്പ് ചുറ്റിയാൽ എന്നാ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകുള്ളൂ എന്ന് പറയുന്ന അടുത്ത് എന്നാ അതൊക്കെ. ഇവിടെ ഒന്നും വന്നിട്ട് കാര്യമില്ല, വല്ല കാശുള്ളവരിലും പോയി ചോദിച്ചു. നമ്മൾ പാവപ്പെട്ടവർ. നിങ്ങൾ കേട്ടോ, നിങ്ങളോട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന ഊണ് കഴിഞ്ഞത്. അതെ അതെ അതെ, അതിന് കുഴപ്പമില്ല. അല്ല, അന്വേഷിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. വളരെ ആരെങ്കിലും ഒക്കെ അന്വേഷിക്കാനുള്ള നല്ല കാര്യമല്ലേ. കാണിക്കാം ഇതല്ലേ. എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. പേരെന്താണ്? എന്തെടുക്കുന്നു? വന്നോടെ അന്നെടുത്തു. എൻ്റെ 100 കണക്കിന് കിടക്കുക, ഏതാന്ന് കണ്ടുപിടിക്കും. ഫിനാൻസ് ഒക്കെ എന്നിട്ട് പ്ലേ ചെയ്തു, ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്തേ. അപ്പൊ ഇവിടെ മിന്നൽ നിൽക്കും. എൻ്റെ കണക്റ്റ് ആയിട്ടില്ല, നിങ്ങളുടെ എടുത്തു. എന്നല്ലേ കണക്ട് ചെയ്ത്. എൻ്റേത് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വന്ന് കിടക്കുകയുള്ളൂ. അതൊന്ന് തൊട്ടേ. പേരിങ് സെലക്ട് ചെയ്യണമായിരിക്കും, ചിലതിന് സെലക്ട് ചെയ്യണം. പുതിയ ഫോൺ വല്ലതും മേടിച്ചു തരാൻ പ്ലാൻ ഉണ്ടോ? ഒരു ഐഫോൺ മേടിച്ചു തന്നാലേ. ചോദ്യം കേട്ടാ തോന്നുന്നു ഇപ്പോൾ ഒരു ഫോൺ മേടിച്ചു തരാൻ പ്ലാൻ ഉണ്ടെന്ന്. കിട്ടിയോ? നെറ്റ് ഓൺ ആണോ? നെറ്റ് ആ, ഇതല്ലേ വന്നല്ലോ. ഇത് കാണിക്കുന്നില്ലേ നീല പോലെ ഇങ്ങനെ അല്ലേ? അപ്പം ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യട്ടെ. നിമ്പെ നമ്മൾ ഓണായി കിടന്നത് കട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണത്. ഇനി നോക്കി. നെറ്റ് സ്ലോ ആണ് ഇനി. നെറ്റുമായിട്ട് ഒരു ബന്ധമില്ലെന്നേ. സൗണ്ട് ബാർ മേടിച്ച് വെക്കുന്നതാണോ നല്ലപോലെ പാട്ട് കേൾക്കാൻ? പാട്ട് കേൾക്കാൻ ഇതാ നല്ല സൗണ്ട് ബാർ. എല്ലാവരും ഐഫോണിൽ ഇറങ്ങിയതാണോ? ഞാൻ ഐഫോണിൽ കയറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഓഫാണോ നോക്കി, ഒന്നും കൂടി നോക്കിയാലേ. നെറ്റും ഇല്ല. ഇത് കണ്ടില്ലേ, ഓഫാ, നെറ്റും ഇല്ല. അപ്പം പിന്നെ ഇവിടെ എന്തായാലും എററാണോ? എൻ്റെ ഇത് കണ്ട ബ്ലൂടൂത്ത് 100 കണക്കിന് കിടക്കും. ഇത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ. LED ഉള്ള JBL. അവിടെ പേരായില്ല, ഇവിടെ പേരായി.
അപ്പം എവിടുന്നേലും ഒന്ന് പാട്ടിട്ടാൽ മതി. നല്ല പാട്ട് പാടി. നല്ല ഇടിയുള്ള പാട്ട്. നല്ല അടിപൊളി തകർപ്പൻ പാട്ട്. JBL ബാസ് ബൂസ്റ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സോങ് കിടപ്പുണ്ട്. ആ നോ CFC ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ വീഡിയോ പിടിക്കുമ്പോൾ
ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ കാഞ്ഞിരപ്പള്ളി ഒരു എക്സിബിഷൻ നടക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അന്നേരം ഈ പാട്ട് ഞങ്ങൾ അവിടെ ചുമ്മാ ഈ പാട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അന്നേരം എക്സിബിഷൻ നടക്കുക. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഇതിൻ്റെ CD തരാമെന്ന്, അന്ന് CD-യുടെ കാലമാണ്, CD തരാമെന്ന് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ നമുക്കിവിടെ റൈറ്റിംഗ് സ്റ്റുഡിയോ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ പാട്ട് റൈറ്റ് ചെയ്ത് കൊടുത്തു. ദിവസം 100-200 CD വിൽക്കുമായിരുന്നു. ഒരു 10,000-20,000 രൂപ ഉണ്ടായി 2 ദിവസം കൊണ്ട്. ഈ ലജ്ജാവതി മാത്രം പഠിച്ചു കൊടുത്തു. CD-യാലാ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഇത് ഇറങ്ങി ഈ പുള്ളിയുടെ ഇത് തന്നെ പിടിക്കട്ടെ, ഒന്ന് ചടിക്കും. ഈ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്തേ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേ. എൻ്റെ ഐഫോൺ ചിലപ്പോഴേ ഒത്തിരി കോൾ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഫോൺ തന്നെ പറയും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാം, പുള്ളി ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെന്ന് പറയും. ആ ഫോൺ തന്നെ പറയും. ഞാൻ ഉറക്കം എപ്പോൾ എഴുന്നേക്കുന്നോ അന്നേരം ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ എന്തോ ഇൻ്റലിജൻ്റ് ബുദ്ധിയുണ്ട് ഇതിന്. ഞാൻ ഉറക്കമാണെങ്കിൽ ഇത് ബെല്ലടിക്കത്തേ ഇല്ല. മെസ്സേജ് പറയും സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയും. ഞാൻ എഴുന്നേറ്റെന്ന് കാണുമ്പോൾ എഴുന്നേറ്റാ പിന്നെ എനിക്ക് ഇരിക്കപ്പുറത്തില്ല, ബെല്ലടിയോട് ബെല്ലടിയാ. പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, തന്നെ ഫോൺ ചെയ്യുന്ന. ഞാൻ ഉറക്കമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ബെല്ലടിക്കത്തില്ല. എനിക്ക് പിന്നെ നമ്മൾ ഒന്ന് അനങ്ങി ഇങ്ങനെ കൈ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബെല്ലടി അവിടെ നിർത്തുകയും ചെയ്യും. സെൻസറുണ്ട്, എന്നാണ് സെൻസറുണ്ട്. ബെല്ലടി നിർത്തി കഴിഞ്ഞാൽ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ റിങ്ങിങ് നിർത്തും, സൗണ്ട് കട്ട് ചെയ്യും നമ്മൾ എഴുന്നേറ്റു എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വ്യത്യാസം ഈ ഐഫോണിനുണ്ട് കേട്ടോ. ഫോണിന് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ പാനലെല്ലാം ചെയ്തിട്ട് കിടന്ന് 3 മണി 3:30 ആയി. പക്ഷേ രാവിലെ തൊട്ട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആൾക്കാർ ലൈറ്റ് ഇട്ട് വന്നു ഇവിടെ എന്നിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്ന സാറിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ല, നമ്മുടെ അജണ്ടയിലില്ല. അപ്പോൾ അത് നോക്കട്ടെ എന്ന് ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഫോണിൽ വിളിച്ചെന്നെ കേൾപ്പിച്ചതാണ് സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞു ഇതാണ്ട് ഫോൺ ഓണായിട്ടിരിക്കുന്നു, സ്വിച്ച് ഓഫ് അല്ല. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം വിളിക്കാൻ ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോൾ ബെല്ലടിച്ചു. അപ്പോൾ എന്തോ ഒരു ബുദ്ധി ഇതിനുണ്ട്. ചെയ്യണ്ടെന്നത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളീ പറയുന്നല്ലേ AI കേൾക്കുന്നുണ്ട്. AI ഇതെല്ലാം കേട്ടിട്ട് അതനുസരിച്ച് പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ഒക്കെ സൂക്ഷിച്ചോണം. ആ സാധനം നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു. ഇതിന് നമ്മുടെ വലിയ ഇത് കൂട്ട് 15 വലിയ ആമ്പ് കൊടുക്കാൻ പറ്റും. സബ് ഈ സാധനത്തിന് ഈ സബ് പോലെ ഇതിന്. ഇതിപ്പോൾ ഞാൻ പകുതി ഓളി ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ, മുഴുവൻ ഓളിയും കൊടുത്താൽ ആ സബ് തെറിച്ചു പോകും. അത് പോരാ, ആ സബ് പോരാ, അതാണ് പ്രശ്നം. ഇത് കിട്ടുന്നില്ലോടി ബ്ലൂടൂത്ത് കാണിച്ചാലും നമ്മൾ ഇങ്ങനെ ഞെക്കി പിടിക്കണോ? ആയി, ഞെക്കി പിടിക്കണം. അത് ഓരോ ഫോണിനും ഓരോ വ്യത്യാസമല്ലേ. ഇതെൻ്റെ ഫോണാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇതുമായിട്ട് കണക്ഷനായി. ഇനി ബ്ലൂടൂത്ത് പ്ലേ ചെയ്തു. ബ്ലൂടൂത്ത് അല്ല, ഗൂഗിൾ മറ്റേ യൂട്യൂബ് പ്ലേ ചെയ്തു.
വെച്ചാൽ മതി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ ഒന്ന് നോക്കിയാൽ മതി. ഇതൊന്ന് പിരിച്ചേ. ഇപ്പോൾ ഗേജുള്ള വയറായതുകൊണ്ട് അത്രയും പ്രശ്നം വരികയില്ല.